ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ, ഇതിനകത്ത് ചില കമ്പനികളുടെ പേരൊക്കെ വരുന്നുണ്ട്. ഈ കമ്പനികളുടെ പേരൊക്കെ ഇങ്ങനെ പൊതുവിൽ ആരും അങ്ങനെ പറയാറില്ല, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിൽ റഷ്യയിൽ നിന്നും T-14 ടാങ്ക് ഇന്ത്യക്ക് ഓഫർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഇന്ത്യയുടേതായിട്ടുള്ള ഇൻഡിജിനിയസ് ആയിട്ട് ടാങ്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രോജക്റ്റുകൾ ഒരുപാട് നടപ്പിലാക്കുന്നുണ്ട് ഇന്ത്യക്കുള്ളിൽ. അതിലുപരിയായിട്ട് പുറത്ത് സെല്ല് ചെയ്യാനുള്ള രീതിയിലുള്ള പ്രോജക്റ്റുകളും ഇന്ത്യക്കുള്ളിൽ നടക്കുന്നുണ്ട്. പല കമ്പനികളും ഇന്ത്യക്കുള്ളിൽ അത് നടപ്പിലാക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പം അങ്ങനെ ഇന്ത്യക്ക് ടാങ്ക് പ്രൊക്യൂർമെന്റ് നടത്താനുള്ള ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് റഷ്യ ഈ ഒരു പ്രപ്പോസൽ വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ NIBE എന്ന് പറഞ്ഞ കമ്പനി ഇസ്രായേലിന്റെ എൽബിറ്റ് സിസ്റ്റവുമായിട്ട് ഒരു കോൺട്രാക്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിർണായകമായിട്ട് ചില സ്പെയർ പാർട്സുകൾ സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ കരാർ വെച്ചിട്ടുണ്ട്. ആ കരാറിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 6 കോടി ഇന്ത്യൻ റുപ്പിക്കാണ് ഈ ഒരു കരാർ വെച്ചിരിക്കുന്നത്. 6 കോടി ഇന്ത്യൻ റുപ്പിക്ക് NIBE എന്ന് പറഞ്ഞ പ്രൈവറ്റ് കമ്പനിക്കാണ് എൽബിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ ഇസ്രായേൽ കമ്പനിയുമായിട്ട് ഈ ഒരു കോൺട്രാക്ട് ധാരണയായിരിക്കുന്നത്. ഗൈഡഡ് അഡ്വാൻസ്ഡ് ടാക്ടിക്കൽ റോക്കറ്റ് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്പെയർ പാർട്സുകൾ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 6 കോടി രൂപയ്ക്ക് ഈ ഒരു കരാർ ധാരണയായിരിക്കുന്നത്. അതുപോലെ SSS ഡിഫൻസ്, SSS ഡിഫൻസ് എന്ന് പറഞ്ഞൊരു കമ്പനി, ഈ കമ്പനി ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കമ്പനി എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ സാക്കോ TRG എന്ന് പറഞ്ഞ് സ്നൈപ്പർ റൈഫിൾ ഉണ്ട്. ഈ സ്നൈപ്പർ റൈഫിളിൽ സസ്പെൻസർ ഉണ്ട്. സസ്പെൻസർ ചില മൂവിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ സസ്പെൻസർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇമേജിൽ കാണിക്കുന്നതാണ്, താഴെ അതിനകത്ത് റൗണ്ട് ഇട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ഫ്രണ്ടിൽ സൈലൻസർ മാതിരി വെച്ചിട്ട് ഇങ്ങനെ തിരിക്കി കയറ്റിയിട്ട് സൗണ്ട് പ്രൂഫിന് വേണ്ടിയിട്ട് ഒരു സൈലൻസർ പോലത്തെ ഒരു സപ്രസർ അതിനകത്ത് ഫിക്സ് ചെയ്യും റൗണ്ടായിട്ട്. അത് ഇൻഡിജിനിയസ് ആയിട്ട് ആദ്യമായിട്ട് ഇന്ത്യക്കുള്ളിൽ നിർമ്മിച്ചിരിക്കുകയാണ്. അതിന്റെ സാമ്പിൾ ഇന്ത്യൻ ആർമിക്ക് കൊടുത്തിട്ടുണ്ട്. അത് സാറ്റിസ്ഫൈഡ് എന്നുള്ള നിലയിലുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. US-ഉം ഇന്ത്യയും തമ്മിൽ കഴിഞ്ഞ ജനുവരി മുതൽ ഈ ലാസ്റ്റ് ജൂലൈ വരെ നമ്മൾ 51% അമേരിക്കയുടെ ക്രൂഡ് ഓയിൽ അധികം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന് മുമ്പ് നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നതിനേക്കാളും കൂടുതൽ 51% നമ്മൾ അമേരിക്കൻ ഓയിൽ പർച്ചേസ് ചെയ്തിട്ടുള്ളതായിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് കൊടുത്ത കണക്കാണ് കേട്ടോ. കാരണം നിങ്ങൾ ക്രൂഡ് ഓയിൽ നിങ്ങളുടെ അടുത്ത് മേടിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ കപ്പാസിറ്റിക്കും കേപ്പബിലിറ്റിക്കും അനുസരിച്ച് നമുക്ക് പൊട്ടൻഷ്യലി എത്ര വേണോ അതനുസരിച്ചാണ് മേടിച്ചിരിക്കുന്നത്. 0.18 മില്യൺ ബാരൽ പെർ ഡേ മേടിച്ചുകൊണ്ടിരുന്നത് നമ്മൾ 0.271 മില്യൺ ബാരൽ പെർ ഡേ ആയിട്ട് നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. ഇതാണ് 51% നമ്മൾ ഉയർത്തിയിരിക്കുകയാണ്, ഏകദേശം 50% എബോവ്. എന്നിട്ടും ട്രംപിന് സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് പറയുന്നത്. അത് അയാൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, അയാൾ ഇതൊന്നും നോക്കിയിട്ടല്ല താരിഫ് ഇട്ടത്, പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് താരിഫ് ഇട്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. DVPA ഡിഫൻസ് എന്ന് പറഞ്ഞ കമ്പനി, ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. അത് കമ്പനികളെല്ലാം നിങ്ങൾ നോക്കൂ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കമ്പനിയും കേരളത്തിലില്ല, അത് പ്രതീക്ഷിക്കുകയും വേണ്ട. ഉഗ്രം അസോൾട്ട് റൈഫിലാണ് ഇവർ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. അപ്പൊ ഈ DVPA ഡിഫൻസ് ഉഗ്രം അസോൾട്ട് റൈഫിൾസ് മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. 7.62 mm 51 കാലിബറിലാണ് ഇതിന്റെ കോൺഫിഗറേഷൻ വരുന്നത്. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് DRDOയുടെ സഹായത്തോടു കൂടി ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു മാനുഫാക്ചറിങ് നടക്കുന്നത്. ക്വാണ്ടം ടെക് അടുത്ത കമ്പനിയാണ്, പൂനെ ബേസ്ഡ് കമ്പനിയാണ് ക്വാണ്ടം ടെക്. ഇവര് ഫൈബർ ഒപ്റ്റിക് ഡ്രോൺ, ഇന്ത്യക്കുള്ളിൽ തന്നെ ആദ്യമായിട്ട് ഫൈബർ ഒപ്റ്റിക് ഡ്രോൺ ഇവർ മാനുഫാക്ചറിങ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് യൂണിറ്റ് ഇന്ത്യൻ ആർമിക്ക് കൊടുത്തിട്ടുണ്ട്. വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് മോഡേൺ ഇലക്ട്രോണിക് വാർഫെയറിൽ ഈ ഫൈബർ ഒപ്റ്റിക് ഡ്രോൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അതായത് റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാനുള്ള ഭാഗത്തിന് ഫൈബർ ഒപ്റ്റിക് മെത്തേഡിൽ വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡ്രോണാണ്, പുതിയ ടെക്നോളജിയാണ്. അതാണ് ഇന്ത്യക്കുള്ളിൽ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ആർമി സർട്ടിഫൈ ചെയ്ത ഒരു പ്രോജക്റ്റും കൂടിയാണിത്. ഇതിനെ ഇന്ത്യൻ ആർമി വിശേഷിപ്പിച്ചിരിക്കുന്നത് സിഗ്നിഫിക്കന്റ് മൈൽ സ്റ്റോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിഗ്നിഫിക്കന്റ് മൈൽ സ്റ്റോൺ, വളരെ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ്, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ ഇന്നലെ ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാകിസ്ഥാന്റെ എണ്ണക്കച്ചവടത്തിൽ കണ്ണു നട്ടിരിക്കുന്ന ട്രംപ് ഇതാ വന്നിട്ടുണ്ട്. റിപ്പോർട്ട് ഉടനെ വന്നിരിക്കുകയാണ്. റിപ്പോർട്ട് പിറ്റേ ദിവസം തന്നെ വന്നിട്ടുണ്ട്. ബലൂചിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ബലൂചിസ്ഥാൻ ലീഡർ പറഞ്ഞിരിക്കുന്നത് ട്രംപ് കെയർഫുൾ ആയിട്ടിരിക്കണം, കാരണം ഈ ഓയിൽ ഹോക്സിലേക്ക്, പാകിസ്ഥാൻ ഓയിൽ ഹോക്സിലേക്ക് പോയി പെടേണ്ട ഒരു കാര്യമില്ല. അതിന് 2 കാരണങ്ങളാണ്. സ്ട്രാറ്റജിക് കോൺസിക്വൻസസ് ഉണ്ടാവും. നമ്മൾ അമേരിക്കയാണെന്ന് നോക്കത്തില്ല. പാകിസ്ഥാന് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യവും ഞങ്ങൾ വെച്ച് പൊറപ്പിക്കില്ല, കാരണം അത് ഞങ്ങളുടെ ലാൻഡാണ് എന്നാണ് ബലൂചിസ്ഥാനികൾ പറഞ്ഞിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഒരു വിഷയം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് അങ്ങനെ നിങ്ങൾ അഥവാ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് എണ്ണക്കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ട് ടെററിസ്റ്റുകൾക്ക് ഫണ്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. അമേരിക്ക നേരിട്ട്
തീവ്രവാദികൾക്ക് ഫണ്ട് കൊടുക്കുന്ന ഏർപ്പാട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായല്ലോ? വളരെ വ്യക്തമായുള്ള സ്റ്റേറ്റ്മെന്റ്. ഇത് ബലൂചിസ്ഥാൻ ലീഡറാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് ഇനി പാകിസ്ഥാന്റെ ഉള്ളിൽ എണ്ണ കച്ചവടത്തിന് വരുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണാം. BSF ചൈന ഡ്രോണിനെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ് ഇപ്പൊ ചൈനയുടെ ഡ്രോൺ ഇപ്പൊ എവിടെ നിന്ന് ഇവർക്ക് പഠിക്കാൻ കിട്ടിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡറിൽ ഒരു ചൈനീസ് ഡ്രോൺ കണ്ടുകിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ചൈനീസ് ഡ്രോണ് ശരിക്കും പറഞ്ഞാൽ ഇത് മ്യാൻമറിന്റെ ഭാഗത്തു നിന്ന് ഒരു പക്ഷേ ഇന്ത്യക്കുള്ളിലേക്ക് നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് അയച്ചതാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ഒരു ഡ്രോൺ നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിപ്പോ ഇന്ത്യൻ ആർമി വളരെ വ്യക്തമായിട്ടിരുന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിനകത്ത് വെച്ചിരിക്കുന്നുള്ളത് ഒന്നും പഠിക്കാനില്ല. അതിനകത്ത് ഒരു ക്യാമറയും ഒരു ബാറ്ററി ഉണ്ടാവുമായിരിക്കും, പിന്നെ 2 ഫാനും. അല്ലാതെ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അവരെല്ലാം സ്പൈ ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ അത് ആക്രമണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രോൺ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സ്പൈ വർക്കിന് വേണ്ടിയിട്ട് വന്നതാണ്. അതിനകത്ത് ചിപ്പും മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ഡേറ്റയാണ്, എവിടെയൊക്കെയാണ് ഇത് പറന്ന് വന്ന് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ചോർത്തിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം. പാകിസ്ഥാനും ഇറാനും കൂടി ചേർന്ന് അഫ്ഗാനിസ്ഥാനെ ശ്വാസം മുട്ടിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് ഒരു പരിധി വരെ അങ്ങനെ തന്നെയാണ്. കാരണം ഇറാൻ ആണെങ്കിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിന് ശേഷം തുടരെ അഫ്ഗാനിസ്ഥാനികളെ നാട് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ ബോർഡർ ഏരിയയിൽ നല്ല രീതിയിലുള്ള തിക്കും തിരക്കും, അതുപോലെ ടെന്റ് അടിച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. പലരും ടെന്റ് പോലും ഇല്ലാത്ത വെറും തറയിൽ കിടന്നുറങ്ങുന്ന അവസ്ഥയാണ് ആ പരിസരത്തുള്ളത്. അതിലുപരിയായിട്ട് പാകിസ്ഥാൻ ഇപ്പൊ അതുപോലെ തന്നെ ഗുലാം ഖാൻ കോറിഡോർ എന്ന് പറഞ്ഞ ആ ഒരു ഗേറ്റ്, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ള ആ ഒരു ഗേറ്റ് അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ഇത് അടച്ചു പൂട്ടിയതോടുകൂടി എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഫുഡും മറ്റു അനുബന്ധ സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ തടസ്സപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത് ഇപ്പോൾ പാകിസ്ഥാൻ പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമം എന്താണെന്ന് പറഞ്ഞാൽ ഇനി ഇതിലേക്ക് കടന്നു വരുന്ന ആൾക്കാർ, പണ്ടാണെങ്കിൽ ഒരു ടോക്കൺ മതി ഈ ഒരു ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരാൻ. പക്ഷെ ഇപ്പൊ ടോക്കൺ പോരാത്രേ, ഇപ്പൊ പാസ്പോർട്ടും വാലിഡ് വിസയും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എടുത്ത്. ഇത് വല്ലാത്ത രീതിയിലുള്ള ഒരു അന്തരീക്ഷം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പാകിസ്ഥാനും തുടരെ ലക്ഷക്കണക്കിൽ അഫ്ഗാനിസ്ഥാനികളെ ബോർഡറിന്റെ പുറത്തേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനും കുറെ റെഫ്യൂജികളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ. ഇത് അഫ്ഗാനിസ്ഥാൻ കുറച്ചുനാൾ ഇങ്ങനെ ഇരുന്ന് ശ്വാസം മുട്ടി അവസാനം നല്ല രീതിയിൽ ഒരു ആക്രമണം പാകിസ്ഥാന്റെ ഉള്ളിൽ നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.